മാമാങ്കമായി നബിദിനം കൊണ്ടാടപ്പെട്ടു. ഈ നാടുകളിൽ, കേരളത്തിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചു. എല്ലാവരും അത് ചർച്ചയാക്കി. ശരിക്കത് ഇസ്ലാമികമാണോ അല്ലേ? നമ്മുടെ കേരളത്തിലെ അറിയപ്പെട്ട സമസ്തകളിലെ ഇരുവിഭാഗത്തിന്റെയും പ്രമാണങ്ങളൊന്ന് പരിശോധിക്കുക. നബിദിനം മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള കാര്യമാണോ? വിശ്വാസികൾക്ക് പരിചയമുള്ള കാര്യമാണോ? സഹാബത്തിന് പരിചയമുള്ള കാര്യമാണോ എന്ന് ഗൗരവമായി നമ്മളൊന്ന് നോക്കുക. നിങ്ങൾ നോക്കുക, സുന്നി വോയിസ് 2000, സുന്നി വോയിസ് 2000 ജൂലൈ 16 to 31 വരെ, പേജ് 26, SYS കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രം. ആ മുഖപത്രത്തിൽ പറയാണ്, ഹാഫിൽ ഇബ്നു ഹജർ ഹൈസമിയോട് ഈ കാര്യത്തെ പറ്റി ചോദിക്കണം. എന്താ ചോദിക്കണമെന്നറിയോ? ഒരാൾ മൗലിദ് ആഘോഷത്തെ പറ്റി ഇബ്നു ഹജർ എന്നവരോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇബ്നു ഹജർ മറുപടി പറഞ്ഞു. എന്താ മറുപടി? മൗലിദിനെ സംബന്ധിച്ച് ചോദിച്ചു, നമുക്ക് ആഘോഷിക്കാമോ, പാടുണ്ടോ, എന്താണ് അതിന്റെ അവസ്ഥ, ഇസ്ലാമിലതുണ്ടോ, സഹാബികൾ ചെയ്തിട്ടുണ്ടോ, താബികൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഇബ്നു ഹജർ പറയാണ്, അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. അടിസ്ഥാനപരമായി നമ്മൾ പറയില്ല മോനെ, അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ചെയ്യാതാ അല്ല. അടിസ്ഥാനപരമായി മൗലിദ് എന്താണ്? ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിമീങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ലാതെ ഒരു മനുഷ്യന്റെ ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത് 3 നൂറ്റാണ്ടിലെ ഉത്തമ സമുദായം അതാരാ? അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അബൂബക്കർ സിദ്ദീഖ് ജന്മദിനം കൊണ്ടാടിയിട്ടില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് ജന്മദിനം കൊണ്ടാടിയിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബ് ജന്മദിനം കൊണ്ടാടിയിട്ടില്ല, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. റസൂലിന്റെ വഫാത്തിന് ശേഷം 49 കൊല്ലത്തോളം ജീവിച്ച അബൂ ഹുറൈറ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഉത്തമമായ തലമുറ. ഇത് ഞാനല്ല പറയുന്നത്, സുന്നി വോയിസ്, അത് സുന്നികളുടേതാണ്. അതിന്റെ 2000 ആ മാസികയിലാണ് പറയുന്നത്. 2000-ലെ ജൂലൈ 16 to 31 വരെ, പേജ് 26 കൃത്യമാണ്. 3 നൂറ്റാണ്ടിലെ ഉത്തമ മുസ്ലിമീങ്ങൾ, ആ ഉത്തമ മുസ്ലിമീങ്ങളായതുകൊണ്ടാണ് മുജാഹിദുകളും അത് ചെയ്യാത്തത്. ഉത്തമ മുസ്ലിമീങ്ങൾക്ക് വേണ്ടാത്തത്, അതായത് അബൂബക്കർ സിദ്ദീഖിനോട് ജന്മദിനം കൊണ്ടാടിയോന്ന് അള്ളാഹ് ചോദിക്കോ? ഇല്ല. കൊണ്ടാടാത്തതിന്റെ പേരിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ശിക്ഷിക്കോ? ഇല്ല. കാരണം മുജാഹിദുകൾ പോയി ചെന്നു, മുജാഹിദുകൾ അള്ളാഹ് ശിക്ഷിക്കോ നബിദിനം ചെയ്യാത്തതിന്റെ പേരിൽ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖിനാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്. വളരെ സിമ്പിൾ, ആർക്ക് എളുപ്പം. അടുത്ത പേജ് നോക്കിക്കോ. എന്താണ് മൗലിദ്? പേജ് 41, 42. ഒറ്റമാളിയേക്കൽ മുത്തുക്കോയ തങ്ങൾ. സത്യവിശ്വാസികൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒന്നിച്ചു കൂടുക, എന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളും മറ്റും ഓതി പറയുക, അനന്തരം എല്ലാവരും ഒത്തുകൂടി തയ്യാറാക്കിയ മധുരപലഹാരങ്ങളോ മറ്റു വിഭവങ്ങളോ കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു പോവുക. ഇതൊക്കെയാണ് മൗലിദ്. അടുത്ത വാചകം കേട്ടോളി, ശ്രദ്ധിച്ചോളൂ. ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ നിലവിലില്ലായിരുന്നുവെങ്കിലും അനന്തരം നടപ്പിലായി തീർന്ന നല്ലൊരു ബിദ്അത്തിന്റെ കൂട്ടത്തിലായി ഇത് പെടുക. അവൻ നബി ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കും വേണ്ട. റസൂല് ചെയ്തില്ല, സ്വഹാബത്ത് ചെയ്തില്ല, താബിങ്ങൾ ചെയ്തില്ല, തബുല്ലത്ത് ബാഗുകൾ ചെയ്തില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്തില്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട. അടുത്തത് കേട്ടോളൂ, അടുത്തത് കേട്ടോളൂ. സുന്നി അഫ്കാർ 1999 ജൂൺ 23, പേജ് 23, SYS ഔദ്യോഗിക ഭാഗത്തിന്റെ മുഖപത്രം. വർഷം തോറും നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളും എല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ്. ഇത് നമ്മുടെ കാലത്തുള്ളതാണ്, അന്നില്ല. അപ്പൊ അന്നില്ലാത്തത് ദീനല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും ഇസ്ലാമ ദീന എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ആ ദുൽഹജ്ജ് 9 എന്ത് ദീനായോ അത് ദീനാണ്, ആ ദുൽഹജ്ജ് 9 എന്ത് ദീനല്ലയോ അത് ദീനല്ല. 5-ാം അധ്യായം 3-ാമത്തെ വചനം, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണം. ഇമാം മാലിക്കിന്റെ മുഅത്തയിൽ നോക്കിയേക്കാം. തീർന്നില്ല. ഇനി കേട്ടോളൂ നിങ്ങൾ, ഓരോ ഭാഗം ശ്രദ്ധിക്കൂ. ചില ഭാഗങ്ങൾ ഞാൻ പ്രത്യേകമായി വായിച്ചു തരാം. ഇതൊക്കെ സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങളിലുള്ളതാണ്. ജനങ്ങളെ സംഘടിപ്പിച്ച് റസൂലിന്റെ മതുകൾ പറഞ്ഞ് അന്നപാനീയങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുള്ള മൗലിദാഘോഷം 3-ാം നൂറ്റാണ്ടിന് ശേഷം അർബലായിലെ
അബൂ സഈദൈൻ എന്ന് പേരറിയപ്പെടുന്ന മുദഫർ രാജാവാണ് തുടങ്ങി വെച്ചത്. കണ്ടോ? അപ്പൊ ഇസ്ലാമല്ല, സ്വഹാബത്തല്ല. മാന അലൈഹിൽ യൗമ വാ സ്വഹാബി ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ ഹദീസുകളിലൊക്കെ ഉള്ളത് എന്താണ്? ഇത് പുത്തനാചാരമാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഏതൊരു കാര്യം പുതുതായി മതത്തിലുണ്ടാ കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖീല വമൻ നബാ യാ റസൂലല്ലാഹ്. അപ്പൊ ഏത് ഹദീസുകൾ എടുത്താലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് ദീൻ. ജന്മദിനം അതിലില്ല. അത്ഭുതകരമാണ്, അത്ഭുതകരമാണ്, ആശ്ചര്യകരമാണ്. തീർന്നില്ല. ഇനി നിങ്ങൾ നോക്ക്, നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തിൽ ശരീഅത്ത് വ്യക്തമാക്കിയതുപോലെ കൃത്യമായുള്ള രൂപവും ഭാവവും മൗലിദിന്റെ വിഷയത്തിൽ ശരീഅത്ത് വ്യക്തമാക്കി തന്നിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ നാം അവകാശപ്പെടുന്നില്ല. കണ്ടോ? അപ്പൊ ഹദീസുകളിലില്ല, സുന്നത്തുകളിലില്ല, മദ്ഹബി ഗ്രന്ഥങ്ങളിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യം ഗൗരവമായി വിലയിരുത്തേണ്ടത്. അപ്പൊ സുന്നി പ്രസിദ്ധീകരണങ്ങൾ പോലും മൗലിദാഘോഷം അനുവദിച്ചിട്ടില്ല. 3 നൂറ്റാണ്ടിലെ സമൂഹം ചെയ്തിട്ടില്ല. ഇനി ഇതിലേറെ അത്ഭുതകരമായ ഒരു കാര്യം എന്താ അറിയോ? അത് അത്ഭുതകരമായ കാര്യമാണ്. എല്ലാ റബീഉൽ അവ്വൽ തിങ്കളാഴ്ചയും റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം മർക്കസിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്താ അത്ഭുതം എന്നറിയോ?